30ഓളം BJP നിയമസഭാ സാമാജികർ ഉടൻ തന്നെ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. നവീൻ പട്നായിക്കിന് അധികാരം കിട്ടുകയോ അതല്ലെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിരവധി മണ്ഡലങ്ങൾ മാറുകയും ചെയ്തേക്കും. കൃത്യമായും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക് ഒഡീസയിൽ ശ്രമിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയായ മോഹൻ ചരൺ മാഞ്ചി എപ്പോൾ വേണമെങ്കിലും കസേരയിൽ നിന്നും ഇറങ്ങിയേക്കാം. അതിന് കാരണമാകുന്നത് BJP നേതൃത്വം അതിശക്തമായി തന്നെ തമ്മിൽ തല്ലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നിരവധിയായ കള്ളത്തരങ്ങളും വർഗീയവാദവും പ്രചരിപ്പിച്ചുകൊണ്ടാണ് BJP ഒഡീസയിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചത്. എന്നാൽ ഒഡീസയിൽ അധികാരം കിട്ടിയതിനു ശേഷം തമ്മിൽ തല്ല് അതിരൂക്ഷമാണ്. ഇതോടുകൂടിയാണ് നവീൻ പട്നായിക്കിന് അധികാരം തിരികെ ലഭിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്. നവീൻ പട്നായിക്കിന് പിന്തുണയുമായി 14ഓളം കോൺഗ്രസ് MLA മാർ കൂടി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി നവീൻ പട്നായിക്കിന്റെ സീറ്റുകളുടെ എണ്ണം 51 BJD MLA മാരോടൊപ്പം തന്നെ 14 കോൺഗ്രസ് MLA മാരും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിയമസഭയിൽ മാറ്റങ്ങൾ വരാം. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച BJP അതിൽ പരാജിതരായാൽ തീർച്ചയായും ഗവർണർക്ക് നവീൻ പട്നായിക്കിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ കഴിയും. കോൺഗ്രസ് അവിടെ നവീൻ പട്നായിക്കിനോടൊപ്പം മന്ത്രിസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ മന്ത്രിമാരാകും എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടാണ് നവീൻ പട്നായിക്കിനെതിരെ BJP അവിടെ വിജയം താൽക്കാലികമായി നേടിയെടുത്തത്. എന്നാൽ അധികാരത്തിൽ അധിക നാൾ കടിച്ചു തൂങ്ങാൻ കഴിയില്ലെന്ന് വ്യക്തം. നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലുമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ വൈകാതെ തന്നെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കും. അത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമാണ്. അതിനോടൊപ്പം തന്നെ ഒഡീസയിലും ഏകദേശം 30ഓളം സീറ്റുകളിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കണക്ക് പ്രകാരമുള്ള ഇപ്പോഴത്തെ സാഹചര്യം അതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഫലം അവിടുത്തെ സർക്കാരിന്റെ മാറ്റിമറിയൽ തന്നെയായിരിക്കും. ഒഡീസയിൽ വീണ്ടും പട്നായിക് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ. BJPക്ക് അനുകൂലമായി ചിന്തിച്ചവർ തന്നെ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒഡീസയിൽ ഇപ്പോൾ തന്നെ ഒരു സർവേ ഇടക്കാലത്ത് നടത്തിയതിൽ BJP അധികാരത്തിലെത്തിച്ചത് തെറ്റായി പോയി എന്ന് പറയുന്ന രീതിയിലാണ് മാധ്യമ അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളമാണ് BJPയെ ജനങ്ങൾ വെറുക്കുന്നത് എന്നുള്ളത്. തീർച്ചയായും പട്നായിക്കിന് ഇതൊരു സുവർണ അവസരമാണ്.